സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മളുടെ മനസ്സും ശരീരവും വെറും ഒരു ദിവസം കൊണ്ട് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ജിഷ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം ജിഷ്ണ നമ്മളോട് പറഞ്ഞു തരും. നമ്മളിവിടെ ആയുർവേദ ട്രീറ്റ്മെന്റും സൈക്കോളജിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ PG ചെയ്തിരിക്കുന്നത് സൈക്കോളജിയിലാണ്. അപ്പൊ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റും മരുന്നിന്റെയും കൂടെ തന്നെ നമുക്ക് കൗൺസിലിംഗ് തെറാപ്പീസ് പോലെയുള്ളത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സൈക്കോളജി ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ് അല്ലേ? അതെ. അപ്പൊ ഇവിടെ നമുക്കത് രണ്ടും ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ടെസ്റ്റുകളും ഉണ്ട്. ഇപ്പൊ അസസ്മെന്റ്, ഇപ്പൊ ബയോമെട്രിക്, സൈക്കോമെട്രിക് അങ്ങനെയുള്ള ടെസ്റ്റുകളും അസസ്മെന്റ്സും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡയഗ്നോസ് ചെയ്ത് അവർക്കത് ട്രീറ്റ്മെന്റ്സും, ഇപ്പൊ മിക്ക ആളുകൾക്കും ഇപ്പൊ ആങ്സൈറ്റി, അതുപോലെ തന്നെ ഡിപ്രഷൻ, സ്ട്രെസ് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം മിക്കവർക്കും ഒരു ഒന്നുകിൽ ഒബേസിറ്റി വരാം, അമിതമായി വണ്ണം വെക്കുക, അങ്ങനെയുള്ള ഇഷ്യൂ. അപ്പൊ ഇത് കമ്പൈൻ ചെയ്തിട്ട് ആരും ആലോചിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ തെറാപ്പി മാത്രം, ഒരു കൗൺസിലിംഗ് തെറാപ്പി മാത്രം ചെയ്യുമ്പോൾ അതിനത്ര എഫക്റ്റീവ് കാണാറില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ ബയോളജിക്കലായിട്ടും കൂടെ നമ്മൾ മെഡിസിൻസിന്റെയും കൂടെ ഇപ്പൊ ഉഴിച്ചില്, അതുപോലെ തന്നെ ഉദ്വർത്തനം അങ്ങനെയുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്സും കൂടി കൊടുക്കുമ്പോൾ കുറെ കൂടി റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഒരാൾ വരികയാണെങ്കിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് ആയുർവേദിക് ട്രീറ്റ്മെന്റിൽ? ആയുർവേദത്തിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അഭ്യംഗം ചെയ്യാറുണ്ട്, ശിരോധാര ചെയ്യുന്നുണ്ട്. അത് മെയിൻലി നമ്മൾ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ളത് ഏതാണോ ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് എപ്പോഴും ചാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ ടൈപ്പ് ട്രീറ്റ്മെന്റ്സിന്റെ ആവശ്യം വരാറില്ല. ഇപ്പൊ ചിലർക്ക് സ്റ്റീം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മിക്കവരും ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റീം ബാത്ത് ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ കണ്ടീഷൻസ് നോക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് തിട്ടപ്പെടുത്താറുള്ളത്. അതുപോലെ ഇതിന് എത്ര സമയം എടുക്കും, എത്ര ദിവസമാണ് സാധാരണ ഉള്ളത്? ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോ ഒരു കൗൺസിലിംഗ് സെഷൻ എടുത്ത് അതിന്റെ ഒരു തെറാപ്പിയും കൂടി ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ നമുക്ക് അവർക്ക് ഒരു ഒഴിച്ചില്ല, ഒരു ഫുൾ ബോഡി ഒരു അഭ്യം കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മസിൽ റിലാക്സന്റ് ആണ്. പിന്നെ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുമ്പോൾ ഒരു ഓവറോൾ റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഒരു വൺ ഡേ വെൽനസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ആയുർവേദവും സൈക്കോളജിയും മിക്സ് ചെയ്യുന്ന സെന്റേഴ്സ് തന്നെ കേരളത്തിൽ തന്നെ കുറവാണ്, വളരെ കുറവാണ്, വളരെ റയർ ആയിട്ടാണ് അങ്ങനെ കാണാറുള്ളത്. ഡോക്ടറെ, ഞാൻ ഈ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒരു വേർഡാണ് നസ്യം എന്ന് പറയുന്നത്. ഈ നസ്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ടോ? നസ്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നസ്യം മെയിൻലി ചെയ്യുന്നത് നമ്മുടെ നെക്കിന്റെ മസിൽ റിലാക്സന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ കഴുത്ത് വേദന, കൂടെ തന്നെ ഫ്രോസൺ ഷോൾഡർ, റൈനൈറ്റിസ്, അലർജി കേസസ്, പിന്നെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അങ്ങനെയുള്ള കേസസിലെല്ലാം ഡിസ്ക് ബൾജ്, ഈ ഭാഗത്തുള്ള ഡിസ്കിന്റെ ബുദ്ധിമുട്ടുകൾ, അതിലെല്ലാം നമ്മൾ നസ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൊബൈൽ ആളുകളുടെ ഉപയോഗം കാരണം എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന, അതുപോലെ തന്നെ കണ്ടിന്യൂൽ ഇഷ്യൂസ്, അതെല്ലാം വരുന്നുണ്ട്. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അതിന്റെ മെഡിസിൻസ് നിർണ്ണയിക്കുന്നത്.